സ്പോർട്സ് പിച്ചിനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇന്നത്തെ CSK LSG മാച്ച് കണ്ടായിരുന്നോ? ഞാൻ ലൈവ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CSK ഫാൻ എന്നുള്ള നിലയിൽ ടെൻഷൻ അടിച്ച് എൻ്റെ ദൈവമേ, ഇവന്മാരിനി കൊണ്ടുപോയി തോൽപ്പിക്കുമോ എന്ന് വരെ വിചാരിച്ചു. ഒരു CSK ആരാധകനാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ഇതുപോലെ കരുതിയിട്ടുണ്ടാകും. കാരണം ഉർവിൽ പട്ടേൽ വളരെ നിസ്സാരമായി ഗതി മാറ്റിയ ഈ കളി, വെറും 7 റൺസ് ഓരോ ഓവറിലെടുത്താൽ നിസ്സാരമായി ജയിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ഡെത്ത് ഓവറുകളിൽ വലിയ കഠിനമായ ഒരു കളിയാക്കി ഇവന്മാർ മാറ്റിയത്. എന്താണ് പറയുക, ഈ ദൂബെയും അതുപോലെ തന്നെ അവസാനം കയറിയ പ്രശാന്തും ഒക്കെ കൂടി ഈ കളി പൊട്ടിക്കുമോ എന്ന് വരെ വിചാരിച്ചു. പക്ഷേ ദൂബെ രക്ഷിച്ചു, പ്രശാന്തും അടിച്ചു. അതായത് ലാസ്റ്റ് ഓവർ വരെ കളി നീട്ടി. കാരണം സഞ്ജു സാംസൺ, ഋതുരാജ് ഗേക്വാഡ്, ഉർവിൽ പട്ടേൽ എന്ന് തുടങ്ങി ആദ്യത്തെ 3 പേരും സാമാന്യം നല്ലതുപോലെ തന്നെ കളിച്ചു. 14 പന്തിൽ 28 റൺസാണ് സഞ്ജു സാംസൺ അടിച്ചത്. പവർ പ്ലേയിൽ കറക്റ്റ് കളിയാണ് സഞ്ജു കളിച്ചത്. 3 4ഉം 2 6ഉം 200 ശരാശരിയിൽ. അതുപോലെ ഋതുരാജ് ഗേക്വാഡും നല്ല പിന്തുണ നൽകി. ടോട്ടൽ 42 റൺസ് 28 ബോളിൽ ഋതുരാജ് അടിച്ചു, 150 സ്ട്രൈക്ക് റേറ്റിൽ. 3 4 2 6. അതിന് ശേഷം, അതായത് സഞ്ജു സാംസൺ കുറ്റിപോയി ദിഗ്വേഷ് റാത്തിയുടെ ബോളിൽ. അതിനുശേഷം വന്ന ഒരു അവതാര പിറവിയാണ് ഉർവിൽ പട്ടേൽ. എന്തൊരടി, എൻ്റെ ദൈവമേ. 9 ബോളിൽ 50 അടിക്കുമെന്ന് വിചാരിച്ചു, 10 ബോളിൽ അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ 13 ബോളിൽ അടിച്ചു. തുടരെ സിക്സറുകൾ, 5-6 സിക്സറുകളാണ് തുടരെ പായിച്ചത്. 65 റൺസ് 23 പന്തിൽ, 282.61 ശരാശരിയിൽ, 8 സിക്സറും 2 4ഉം. 50 അടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞതാണ്. അതല്ലെങ്കിൽ ആ താളത്തിൽ തന്നെ പോയിരുന്നെങ്കിൽ 10, 12, 15 ഓവർ മാക്സിമം കളി നിസ്സാരമായിട്ട് ജയിച്ചേനെ. അതിന് ശേഷം വന്ന കാർത്തിക് ശർമ്മയും ബ്രേവിസും ഒക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ ദൈവം, ഇവന്മാരിത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് കളി. കാരണം തോൽവിയുടെ വക്കിലെത്തി. ഇവർ 2 പേരും ഔട്ടാവുകയും ചെയ്തു. അവർ വിചാരിച്ചത് മുട്ടി നമ്മൾ നിൽപ്പുണ്ടല്ലോ ജയിപ്പിക്കാമെന്നുള്ള നിലയിലാണ്. പക്ഷേ ഈ മുട്ടി അങ്ങനെ ആക്കുന്നവർ ഔട്ടായി പോകുമ്പോൾ അടുത്തവർക്കാണ് അതിൻ്റെ പ്രഷർ വരുന്നത്. ഒരു വലിയ സ്കോറിംഗ് മാച്ച് പോലെയാണ് അവസാനം ആയത്. എന്തോ ഭീകരമായ റണ്ണടിച്ച ഒരു ടീമിനെതിരെ കളിക്കുന്നത് പോലെ ആക്കി കളഞ്ഞു. ഇവന്മാർ മുട്ടി മിഡിൽ ഓവേഴ്സിൽ ലാസ്റ്റ് 10ന് മുകളിൽ ശരാശരി വന്നു ഒരു ഓവറിൽ. ലാസ്റ്റ് മാക്രത്തിൻ്റെ ഓവർ 10 റൺസ് വേണം. അത് മുമ്പ് 6 അടിച്ചത് കാരണം. അങ്ങനെ സിക്സറുകളൊന്നും പിറന്നില്ലെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കാർത്തിക് ശർമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഭയങ്കര വലിയ ഹിറ്ററാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് വളരെ സ്ലോ പേസിലാണ് കളിക്കുന്നത്. കാർത്തിക് ശർമ്മയും ഋതുരാജ് ഗേക്വാഡും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ODI ടെസ്റ്റ് മൂഡാണ് എപ്പോഴും. പക്ഷേ ഋതുരാജ് ഇപ്പോൾ ഈ പവർ പ്ലേയിലൊക്കെ അത്യാവശ്യം നല്ലോണം അടിച്ചു. അതുകൊണ്ട് ഋതുരാജിനൊന്നും പറയുന്നില്ല. നിർണായകമായ റൺസായിരുന്നു അത്, 42 റൺസ്. പക്ഷെ ബ്രേവ്സിനൊക്കെ എന്ത് പറ്റി മനസ്സിലാവുന്നില്ല. 12 ബോളിൽ 10. കാർത്തിക് ശർമ്മ 20 ബോളിൽ 20. അയ്യോ എൻ്റെ പൊന്നൊന്നും പറയണ്ട. ഇവന്മാരെല്ലാവരും കൂടി ചെന്നൈനെ പൊട്ടിച്ചേരെ. ആദ്യത്തെ ഒരു 3 പേര് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമാതിരി അവാർഡ് നിശ്ചയമായിരുന്നു. ശരിക്കും ചെന്നൈ ഫാൻസൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ മിണ്ടാട്ടം മുട്ടി സൈലൻസ്ഡ് ആയിപ്പോയ സിറ്റുവേഷനായിരുന്നു. ഒരു 6 പിറന്നപ്പോൾ കിട്ടിയൊരു ആശ്വാസം പ്രശാന്തിൻ്റെ. അങ്ങനെ 2-3 സിക്സറുകൾ പിറന്നപ്പോൾ നമുക്ക് സന്തോഷമായി. ലാസ്റ്റ് ദൂബെ ആദ്യത്തെ 2 ബോൾ മാത്രം വൈഡെറിഞ്ഞു. അപ്പം തന്നെ ആശ്വാസമായി. കാരണം 6 ബോളിൽ 8 എന്നുള്ള നിലയിലായി. പിന്നീടുള്ള 2 പന്തുകൾ 2 സിക്സറുകൾ പട്ടയെന്ന് പറഞ്ഞ് അടിച്ചു. ശരിക്കും ഞാൻ ദൂബേനെ നമിച്ചു. കാരണം ഞാൻ പ്രാഗി വരികയായിരുന്നു, ഈ ദൂബേനൊക്കെ എന്തിനാണ് ടീമിലെടുത്തതെന്ന് ആ ഒരു രീതിയിൽ വരികയായിരുന്നു. പക്ഷേ ദൂബെ ശരിക്കും തൻ്റെ പവർ കാണിച്ചു നിസ്സാരമായിട്ട്. ലാസ്റ്റ് ഓവറിൽ എത്തിച്ചെങ്കിലും, കാരണം സിമ്പിളായ ഒരു കളി കഠിനമാക്കി മാറ്റി ജയിച്ചിരിക്കുന്നു. ഈ CSKയുടെ ഓരോരോ ആചാരങ്ങളെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്.
അപ്പോൾ ശരിക്കും ഫ്ലെമിംഗ് ഒക്കെ ആ ലാസ്റ്റ് 6 അടിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലെമിങ്ങിൻ്റെയൊക്കെ ഒരു ആവേശമായിട്ട് വരുത്. അതായത് ലാസ്റ്റ് ഓവറിന് മുമ്പത്തെ ഓവർ ഒരു 6 അടിച്ചിട്ട് പ്രശാന്ത് പ്രഷർ കുറച്ചു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് പുള്ളിക്കാരൻ കയറിയത്. പ്രഷർ കുറച്ചപ്പോൾ ഫ്ലെമിംഗ് ഒക്കെ ആർത്തുല്ലസിക്കുന്നത് കണ്ടു. സാധാരണ ഫ്ലെമിംഗ് അങ്ങനെയൊന്നും ഭയങ്കരമായിട്ടൊന്നും പ്രതികരിക്കാതെ ഒരു സമഭാവനയോടെ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് ഭയങ്കര നിർണായകമാണ്. കാരണം ഈ 2 പോയിന്റുകൾ എത്രത്തോളം നിർണായകമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാജസ്ഥാനെ പിന്തള്ളി 5ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇപ്പം ഇന്നത്തെ RCB മുംബൈ ഇന്ത്യൻസ് മാച്ചിൽ RCB തോറ്റാൽ വീണ്ടും ചെന്നൈക്ക് സാധ്യതകൾ ഏറുകയാണ്. ഇനിയുള്ള 3 കളികളിൽ 2 കളികൾ ജയിച്ചാൽ മതി, സെമി ബെർത്ത് ഉറപ്പിക്കാം. അപ്പോൾ അത്രത്തോളം നിർണായകമായൊരു കളിയായിരുന്നു ഇത്. അടുത്ത കളിയും LSG ആയിട്ട് തന്നെയാണ്. പക്ഷെ ഉർവിൽ പട്ടേൽ, എൻ്റെ പൊന്നോ, അതിനെക്കുറിച്ച് പറയാൻ ഞാനൊരു സെപ്പറേറ്റ് സമയം എടുക്കുകയാണ്. എന്തൊരു കളിക്കാരൻ. കഴിഞ്ഞ കളിയിൽ ഉർവിൽ പട്ടേൽ കുറച്ച് പന്തുകളിൽ നിന്ന് ഒരു 10-30 റൺസ് അടിച്ചപ്പോൾ തന്നെ ഒരാളുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടു, ഉർവിൽ പട്ടേൽ ഒരു 30 ബോളൊക്കെ നിൽക്കുകയാണെങ്കിൽ. സത്യം 23 ബോളിൽ നിന്ന് കളിച്ചുള്ളൂ, 65 റൺസാണ്. 50 ഒക്കെ എത്ര സിമ്പിളായിട്ട് അടിച്ചെടുക്കുന്നത്. ഒന്നോർക്കണം, ലോക ക്രിക്കറ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയുടെ ഉടമയാണ് കേട്ടോ ഉർവിൽ പട്ടേൽ. 28 ബോളിൽ സെഞ്ചുറി അടിച്ച താരമാണ് ഉർവിൽ പട്ടേൽ. ആ ഒരു റെക്കോർഡ് നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പമാണ് ഉർവിൽ പട്ടേൽ പങ്കിടുന്നത്. അപ്പോൾ ആൾ നിസ്സാരക്കാരനൊന്നുമല്ല. കാരണം കറക്റ്റായിട്ട് ചെന്നൈ ഇപ്പോൾ ഉർവിൽ പട്ടേലിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഉർവിൽ പട്ടേലും സഞ്ജു സാംസണും ഓപ്പണിംഗ് കയറണം എന്നൊക്കെയാണ് പലരുടെയും ഒരു അഭിപ്രായം. അത് ശരിയാണ്, ആ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഈ ഋതുരാജ് ഗെയ്ക്വാഡിനെ ഒരു കോഹ്ലിയൊക്കെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പോലെ 1 ഡൗണൊക്കെ കളിച്ചാൽ മതി. പക്ഷെ എന്തോ അവരുടെ ഒരു അത് സമ്മതിക്കുന്നില്ല. ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു തോറ്റ പോലത്തെ ഒരു മാനസികാവസ്ഥ വരും. കാരണം ഓപ്പണിങ്ങിൽ തിളങ്ങാത്തതുകൊണ്ട് 1 ഡൗൺ ആക്കിയ പോലെ ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണോ ആ ഒരു കോമ്പിനേഷൻ പരീക്ഷിക്കാത്തതെന്ന് അറിയില്ല. എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ കളിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കാരണം പവർ പ്ലേയിലൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നു, 100-നടുക്കെ സ്കോർ ഉണ്ടായിരുന്നു. ഒരു 7-8 ഓവർ ആകുമ്പോഴേക്കും ഒരു 120 റൺസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മികച്ച കളികൾ തന്നെയാണ് കളിച്ചത്. 45 റൺസ് ടീമിനുള്ളപ്പോഴാണ് സഞ്ജു ഔട്ടാവുന്നത്. 28 റൺസ് സഞ്ജുവിൻ്റെ വകയായിരുന്നു. പിന്നീട് അടുത്ത വിക്കറ്റ് പോകുന്നത് 126 റൺസിനാണ് ഉർവിൽ പട്ടേലിന്. 9.2 ഓവർ ഉർവിൽ പട്ടേൽ പോകുമ്പോൾ 126 റൺസാണ് ചെന്നൈക്ക്. അത് കഴിഞ്ഞ് ഗെയ്ക്വാദ് 149 റൺസിനാണ് പോയത്. പിന്നീട് ബ്രേവ്സ് പോകുന്നത് 169-നാണ്. പിന്നീട് 169-ന് തന്നെ കാർത്തിക് ശർമ്മയും പോയി, പിന്നെ ആരും ഔട്ടായില്ല. അപ്പോൾ ആദ്യത്തെ 2-3 ബാറ്റ്സ്മാൻമാർ കഴിഞ്ഞാൽ പിന്നെ ഒരു അവാർഡ് നിശ്ചയമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓവർട്ടണൊക്കെ വരണം. ഓവർട്ടൺ ഉണ്ടായിരുന്നു, കാരണം ഓവർട്ടണെ കയറ്റി ഉറപ്പായിട്ട് അടിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർട്ടണെ കയറ്റണ്ടേ? ഇവന്മാർ നിൽക്കുകയല്ലേ, ഇവന്മാർ തോൽപ്പിക്കുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ലാസ്റ്റ് ജയിപ്പിച്ചപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ, അത് 2 സിക്സറുകൾ. സമ്മതിച്ചു മക്കളെ. കാരണം അതൊരു ടെൻഷനിൽ കൊണ്ടുവച്ചിട്ട് ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ജയിക്കുമെന്ന് വിചാരിച്ച കളിയാണ് ഇങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ ഉർവിൽ പട്ടേലിനെ നമ്മൾ പരാമർശിക്കുകയാണ്. ബീസ്റ്റ് മോഡ് ഒന്നും പറയാനില്ല. നല്ല ഭയങ്കര എൻജോയബിൾ ആയിരുന്നു ബാറ്റിങ്. സഞ്ജു സാംസണിൻ്റെ മാത്രം ചുമലിലേറി ജയിക്കുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് മാറ്റിയിട്ടുണ്ട്. സഞ്ജു സാംസൺ മാത്രമല്ല, ഉർവിൽ പട്ടേൽ, അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്ലേയേഴ്സ്, ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് അതൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീം വർക്കായി മാറി. അത് ടീമിന് ഭയങ്കര ഗുണമാണ്. എല്ലാവരും അവരവരുടെ കോമ്പിനേഷനും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ, അതാണ്. എല്ലാവരും അവരവരുടെ സംഭാവനകൾ കൊടുത്തിങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് അവരവരുടെ ഫോമിനനുസരിച്ച് കളിക്കുകയാണെങ്കിൽ ടീം നിസ്സാരമായിട്ട് ജയിക്കും. കാരണം ഭയങ്കരമായിട്ട് പവർ പ്ലേയിലൊക്കെ അടിച്ച LSGയെ ഇവർ പിടിച്ചു മുറുക്കി ബോളേഴ്സ് 10 ഓവർ കഴിഞ്ഞപ്പോൾ. അതേ അവസ്ഥ ചെന്നൈക്കുണ്ടായി. എന്നിരുന്നാൽ കൂടിയും ബോളിംഗ് നിരയൊക്കെ അത്യാവശ്യം നല്ല നിര തന്നെയാണ്. ജാമി ഓവർട്ടണൊക്കെ പ്രത്യേകിച്ച് പറയണം, ഒരു 3 വിക്കറ്റ് നിർണായക സമയത്തെടുത്ത് ഇംഗ്ലീഷിനെയൊക്കെ പുറത്താക്കിയത് വളരെ മികച്ച ഒരു സ്പെല്ലിലൂടെയായിരുന്നു. അതാണ് ശരിക്കും ടേണിംഗ് പോയിന്റ്. ശരിക്കും എനിക്ക് ജാമി ഓവർട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പട്ടിപ്പണിയെടുക്കുന്ന ഒരു പണിക്കാരനെ പോലെയാണ്. ഭയങ്കര ഹാർഡ് വർക്കറാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഉർവിൽ പട്ടേലായിരിക്കും ഇനിയുള്ള CSKയുടെ ഒരു ഫ്യൂച്ചർ പ്രോമിസ് എന്നൊക്കെ പറയുന്നത്. കാരണം വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി സഞ്ജു സാംസൺ വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കെ സഞ്ജു സാംസണിൻ്റെ സ്റ്റാർഡം ഭയങ്കരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7ാം സ്ഥാനത്താണ് സഞ്ജു. ബാറ്റിങ്ങിൽ 430+ റൺസുണ്ട്.
അപ്പോൾ സഞ്ജു ഇപ്പോൾ ഈ ഒരു കളി നല്ലോണം അടിച്ചിരുന്നെങ്കിൽ ഇവൻ ഒന്നാം സ്ഥാനത്ത് വരെ എത്തായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇനി ഒരു 3, 4, 5 ഇനി ഫൈനൽ അടക്കം കളിക്കുവാണെങ്കിൽ ഒരു 5-6 കളികളൊക്കെ ഉണ്ട്. അപ്പോൾ സഞ്ജു സാംസൺ വീണ്ടും വീണ്ടും സെഞ്ചുറി അടിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് സഞ്ജുവിൻ്റെ വീണ്ടും ഇതൊന്നും ഒരു ഫോമായിട്ട് പോലും നമ്മൾ കണക്കാക്കാറില്ല. എന്നിരുന്നാലും സഞ്ജു ടീമിന് വേണ്ടി കളിക്കുകയാണ്. സഞ്ജുവിൻ്റെ നല്ല ദിവസം സഞ്ജു ഗംഭീരമായിട്ട് തന്നെ ഡൊമിനേറ്റ് ചെയ്ത് തന്നെ കളിക്കും. അപ്പോൾ എന്തായാലും LSG 203 റൺസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ അടിച്ച റൺസിനെ 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് അടിച്ച് CSK മറികടന്ന് IPL ടേബിളിൽ ടീമിൻ്റെ ടേബിളിൽ 5-ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. ഇനി 3 കളികളുണ്ട്, അതിൽ 2 ജയം ജയിച്ചാൽ സെമി ബർത്ത് ഉറപ്പിക്കാം. ആസ് എ CSK ഫാൻ, ആസ് എ സഞ്ജു ഫാൻ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. CSK കപ്പടിച്ചു വാ. സഞ്ജു കപ്പടിക്കുന്ന വർഷമാണ് 2026. സോ ഓൾ ദ ബെസ്റ്റ്. ഇനി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.